I welcome each one of you for this orientation session and the initiation session of grades 9 and 11. Let us invoke the blessings of God Almighty. May I welcome our school choir to lead us in the prayer. Almighty God, we acknowledge our trust on you. We plead for your blessings upon us and on a dear and near ones and nation too. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, വിവേകമുണ്ടാവണം. നല്ലത് പ്രവർത്തിക്കാൻ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി കരുണ ചെയ്യാനും, വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കാനും അധ്യാപകരെ ബഹുമാനിക്കാനും കഴിയുന്ന ഒരു മക്കളാക്കി വളർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളായി വളർത്തിക്കഴിഞ്ഞാൽ അതാണ് ഞങ്ങൾക്കാണ് ഇത് ചെയ്യുന്ന സന്തോഷം. ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം അതാണ്. നമ്മുടെ മക്കൾ നല്ല മക്കളായിട്ട് വളരട്ടെ, നല്ല വിദ്യാഭ്യാസമുള്ള മക്കളായിട്ട് വളർത്താനും നല്ല വിവേകമുള്ള മക്കളായിട്ട് വളർത്തുവാനും നമ്മൾക്ക് കഴിയുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സുകളെടുക്കുന്ന ശ്രീ ലിൻഡോ ജോൺ സാർ, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മറ്റ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഓരോ അറിവും വിലപ്പെട്ടതാണ്. ഏറ്റവും നല്ല അറിവുകൾ നേടി, ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടി, നല്ല നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനും ഏറ്റവും നല്ല ഉദാത്ത മാതൃകകളായി കുട്ടികളായി വളരുവാൻ നിങ്ങൾക്ക് ഏവർക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ. നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക, അതിനൊന്ന് ഭാവിക്ക് ഉപകരിക്കും. നിങ്ങളുടെ കാലത്ത് ഒരുപാട് അവസരങ്ങളാണ്. ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്തെ പോലെയല്ല. ഒരുപാട് പുതിയ പുതിയ മേഖലകൾ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാലഘട്ടത്തിൽ ഈ വരുന്ന 2 വർഷം ഭംഗിയായി സമയം നിഷ്ഠയോടുകൂടി ചെലവഴിച്ചാൽ വിജയം സുനിശ്ചിതമാണ്. ഭാവി നിങ്ങളുടേതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാകട്ടെ. Thank you so much for coming in large number, for your children, for being part of this initiation sermon. We are very privileged. This is the second time Mr. Lindo, the speaker of the day, is here. He is actually a life coach and a leadership trainer of the entire school community. Mr. Lindo John, I welcome you. നിങ്ങൾ ഇന്നൊരു ഗുഡ് ലിസണേഴ്സ് മാത്രം ആവരുത്. നിങ്ങളൊരു സ്പഞ്ച് പോലെ ആവണം. സ്പഞ്ചിൻ്റെ പ്രത്യേകത എന്താ? എത്ര ആയാലും അതിന് വലിച്ചെടുക്കാനുള്ളൊരു ശക്തിയുണ്ട്. അത് വേറെ ആരെങ്കിലും സ്ക്വീസ് ചെയ്യാണ്ട് അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് പോവില്ല, അല്ലേ? അപ്പോൾ യു ബി ഹിയർ നോട്ട് ലൈക്ക് എ ലിസണർ, ടു ബി ലൈക്ക് എ സ്പഞ്ച് ടു ഗ്രാസ്പ് ഓൾ ദ തിങ്സ്. ഹാർട്ടി വെൽക്കം ടു ഈച്ച് വൺ ഓഫ് യു ആൻഡ് താങ്ക് യു. എൻ്റെ പേരൊക്കെ അറിയാൻ തോന്നണു അല്ലേ? അവിടെ വെണ്ടയ്ക്ക് അക്ഷരത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും മാം ബുദ്ധിപൂർവ്വം കളിച്ചതാണ്. അല്ലെങ്കിൽ സാധാരണ എൻ്റെ സെഷൻ കഴിയുമ്പോൾ എൻ്റെ പേരറിയാത്തവർ എൻ്റെ ആകൃതിയും പറഞ്ഞ് നടക്കാറുണ്ട്. ഒരു ചോദ്യം ചോദിച്ചിട്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. ലൈഫിൽ ശരിക്കും സക്സസ്ഫുൾ ആകണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന പിള്ളേർ ഒന്ന് കൈ ഉയർത്തിക്കും. കാരണം സാധാരണ ഇത് ചോദിച്ചാൽ 3 ടൈപ്പ് പിള്ളേരെ കാണുള്ളൂ. ഇവിടെ 6 ടൈപ്പ് പിള്ളേരൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 5 ടൈപ്പാണ് കണ്ടത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാധാരണ പിള്ളേരോട് ചോദിക്കുമ്പോഴേക്കും ലൈഫാ, കരിയറാ, സക്സസ്സാ, ഇതെനിക്ക് വേണമെന്നും പറഞ്ഞിട്ട് സ്പോട്ടിൽ കൈയുയർത്തും. അങ്ങനെ കുറേ പിള്ളേരുണ്ടായിരുന്നു. ആരും നോക്കിയില്ല, അങ്ങോട്ട് കൈയുയർത്തും. കുറേ പേരെ പാരൻസ് കൈ ഉയർത്തടാന്നും പറഞ്ഞിട്ട് കൈയൊക്കെ പിടിച്ച് ഉയർത്തി പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ ഒരു ചേട്ടായൊക്കെ ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിങ്ങനെ ഉയർത്തിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ റെസ്ലിംഗ് ഒക്കെ തീർന്നു കഴിയുമ്പോൾ മറ്റു വിന്നർ പിടിച്ച് ഉയർത്തില്ലേ, ഇതുപോലെയായിരുന്നു ഉയർത്തിക്കൊണ്ടിരുന്നായിരുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ കുഞ്ഞിൻ്റെ സ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കണേ, ഒരു സ്കില്ലിനെ സപ്ലിമെൻറ്റ് ചെയ്യാൻ മറ്റൊന്നിനും സാധിക്കില്ല. Am I right? ഞാൻ എപ്പോഴും കരുതിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ, നിങ്ങളിന്ന് വേറെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയില്ലെങ്കിലും ഞാൻ ഇപ്പം ഈ പറയുന്ന ഒരു കാര്യം ഒന്ന് തലയുടെ ഉള്ളിലേക്കൊന്ന് എടുക്കണം കേട്ടോ. പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. കുഞ്ഞുങ്ങളുടെ സ്കില്ല് നോക്കി, കഴിവ് നോക്കി കരിയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകണം. ആ കരിയറിന് വേണ്ടിയിട്ടായിരിക്കണം മക്കളെ ഈ വർഷം തുടങ്ങിയുള്ള നിങ്ങളുടെ പഠനം.
എപ്പോഴും ഫോക്കസ് കരിയറിന് വേണ്ടിയിട്ടായിരിക്കണം. ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും യു നീഡ് ടു ഹാവ് എ ഫോക്കസ്, ഇറ്റ്സ് ഫോർ മൈ കരിയർ. ഒരു നല്ല സ്റ്റഡി ഹാബിറ്റ്സുകൾ ഉണ്ടാക്കണം. മിനിമം 4 മണി 5 മണിക്കെങ്കിലും മക്കൾ എണീക്കണം കേട്ടോ. അങ്ങനൊരു ക്യാരക്ടർ ഉണ്ടാക്കണം ഈ വർഷം. എയർലി ഗെറ്റപ്പിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മക്കൾ വരണം. നേരത്തെ ഉറങ്ങണം. മിനിമം 7 മണിക്കൂർ 6 മണിക്കൂർ ഇവർ ഉറങ്ങുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്തോളൂ. ഇവർ നോ പറയേണ്ട കാര്യങ്ങളോടൊക്കെ ഇവർ നോ പറയുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്തോളൂ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു അക്കാഡമിക് ഇയർ ഉണ്ടാകട്ടെ. ലെമറിലെ മാനേജ്മെൻറ്റിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ബിക്കോസ് 2ാമത്തെ തവണയാണ് വീണ്ടും എന്നെ അങ്ങോട്ട് വിളിക്കണേ. ഇന്ന് മാനേജർ സാർ വീണ്ടും എന്നോട് പറഞ്ഞു ഇനിയും വരേണ്ടി വരും കേട്ടോ പറഞ്ഞു. ഇങ്ങനെ വിളിക്കാൻ മനസ്സ് കാണിക്കുന്നതിന് ഒത്തിരി നന്ദി. Thank you very much, especially for the kids, teachers, parents, for everyone. Thank you. I thank each and everyone for gracing this occasion. I thank our management. Extend my thanks to the management for arranging a wonderful resource person like Linda John. And thank you for your presence. Thanks everyone.